മലയാളത്തിൽ നിന്ന് ഇനി റിലീസിനെത്തുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലയാളത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ താര ചിത്രങ്ങളടക്കം വമ്പൻ സിനിമകളാണ് മലയാളത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളൊരു സിനിമ ആരാധകനാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക. നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായെത്തുന്ന തുടക്കം എന്ന ചിത്രത്തെ പറ്റിയാണ്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രമെന്ന നിലയിൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന സിനിമയാണ് തുടക്കം. ജൂഡ് ആന്റണി ജോസഫാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. 2026 ഓഗസ്റ്റ് 7 ചിത്രം തിയേറ്ററുകളിലെത്തും. ഓണം റിലീസായി ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഓണത്തിന് മുൻപേ തന്നെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിസ്മയ മോഹൻലാലിനോടൊപ്പം ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന 37ാമത്തെ ചിത്രം കൂടിയാണ് തുടക്കം. 2018 എന്ന മെഗാ ഹിറ്റിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ഒരുക്കുന്ന ചിത്രമെന്ന നിലയിലും തുടക്കത്തിനായി ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. വിസ്മയയ്ക്കും ആശിഷ് ജോ ആന്റണിക്കും പുറമെ സായ് കുമാർ, ബോബി കുര്യൻ, ഗണേഷ് കുമാർ തുടങ്ങിയ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രമാണ് ജനപ്രിയ നായകൻ ദിലീപ് നായകനായെത്തുന്ന നീക്കം എന്ന ചിത്രം. ദിലീപിനെ നായകനാക്കി ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നീക്കം. ഉർവശി തിയേറ്റേഴ്സ്, കാക്ക സ്റ്റോറീസ് പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്ദീപ് സേനനും അലക്സി കുര്യനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദിലീപിനെ കൂടാതെ അശോകൻ, ബിനു പപ്പു, കലാഭവൻ ഷാജോൺ, സിദ്ദിഖ്, വീണ നന്ദകുമാർ, ബിലാസ് ചന്ദ്രഹാസൻ, സിറാജ്, ഷാരി, രമ്യ സുരേഷ്, ദിയ ദീപൻ തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. 2026 ജൂലൈ 4 ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ഞാൻ പറയുന്ന ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമം മുതൽ സർവമായ വരെയുള്ള ഹിറ്റുകളിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച നിവിൻ പോളിയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രം പ്രേമലുവിന്റെ അണിയറ പ്രവർത്തകരും കൈകോർക്കുന്ന ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഗിരീഷ് ഷേഡി ഒരുക്കുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായികയായി എത്തുന്നത്. സംഗീത് പ്രതാപും ശ്രദ്ധേയമായ വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. പ്രേമലുവിലൂടെ സൗത്ത് ഇന്ത്യയിൽ സെൻസേഷനായി മാറിയ മമിത ബൈജു വീണ്ടും പ്രേമലു മേക്കേഴ്സിനൊപ്പം ഒന്നിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ. തെന്നിന്ത്യയിലെ ശ്രദ്ധേയ താരങ്ങളായ വിജയ്, ധനുഷ്, സൂര്യ, പ്രദീപ് രംഗനാഥൻ എന്നിവരുടെ നായികയായ ശേഷം മമിത ബൈജു മലയാളത്തിൽ അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. 2026 നിവിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം കൂടിയാണിത്. റൊമാൻറ്റിക് കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. പ്രേമലുവിനു ശേഷം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രം കൂടിയാണിത്. ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, വിനയ് ഫോർട്ട്, റോഷൻ ഷാനവാസ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, സൃന്ദ എന്നിവരും ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അടുത്ത ഞാൻ പറയുന്നത് പ്രഖ്യാപനം മുതൽ തന്നെ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. മമ്മൂട്ടി നായകനായി എത്തുന്ന മട്ടാഞ്ചേരി മാഫിയ എന്ന ചിത്രം. ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ കൂട്ടുകെട്ടിലെ 2ാമത്തെ ചിത്രമാണ് മട്ടാഞ്ചേരി മാഫിയ. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലി, നസ്ലിൻ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഗ്യാങ്സ്റ്റർ കോമഡി ആക്ഷൻ എന്റർടൈനറാകും ചിത്രമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാരചന അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഖാലിദും ബി രാകേഷും ചേർന്നാണ്. നിയോ കൃഷ്ണ, ഷറഫു സുഹാസ്, തസ്രീഖ് അബ്ദുൾ സലാം എന്നിവരുടേതാണ് കഥ. വേഷപ്പകർച്ചകൾ കൊണ്ട് ഓരോ തവണയും നമ്മളെ ഞെട്ടിക്കുന്ന മമ്മൂട്ടി എന്ന മഹാനടൻ പുതുതലമുറയിലെ ശ്രദ്ധേയ സംവിധായകരിലൊരാളായ ഖാലിദ് റഹ്മാനോടൊപ്പം വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. അടുത്ത ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ എന്ന ചിത്രം. പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഖലീഫ. പോക്കിർ രാജ എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരനും വൈശാഖും വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണ് ഖലീഫ. ആമിർ അലി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുക. കടുവ എന്ന ചിത്രത്തിന് ശേഷം ജിനു വി എബ്രഹാം തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയാണ് ഖലീഫ. ബോളിവുഡ് താരം നീൽ നിതിൻ മുകേഷാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിൽ മോഹൻലാലും ചിത്രത്തിൽ എത്തുന്നുണ്ട്.
രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ രണ്ടാം ഭാഗത്തിൽ മാമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായും എത്തും. ജോമോൻറ്റി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ജേക്സ് ബിജോയ് ആണ്. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കുന്നത്. ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ സ്റ്റൈലിഷ് ലുക്ക് ഇതിനോടകം തന്നെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അടുത്ത ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ ഓണത്തിന് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന അയാം ഗെയിം എന്ന ചിത്രം 2026 ഓഗസ്റ്റ് 20 ഓണം റിലീസായ ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിലെത്തും. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായാണ് ഒരുങ്ങുന്നത്. തെന്നിന്ത്യയിലെ 100-ലധികം ലൊക്കേഷനുകളിലായി ചിത്രീകരണം പൂർത്തിയായ ചിത്രം സംവിധാനം ചെയ്തത് നഹാസ് ഹിദായത്താണ്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം രചന നിർവഹിച്ചിരിക്കുന്നത് ഷഹബാസ് റഷീദും ആദർശ് സുകുമാരനും ചേർന്നാണ്. മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും ആവേശത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായാണ് എത്തുകയെന്നാണ് വിവരം. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ഏറ്റവും സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് ദുൽഖർ സൽമാനെ അവതരിപ്പിക്കുന്നത്. തന്റെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷായ ചിത്രമാണ് ഇതെന്ന് ദുൽഖർ സൽമാൻ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലോകയ്ക്ക് ശേഷം വേഫറർ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച് പുറത്തു വരാൻ പോകുന്ന ചിത്രം കൂടിയാണ് അയാം ഗെയിം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, സെക്കൻഡ് ലുക്ക് ഉൾപ്പെടെയുള്ളവയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ സ്വീകരണമാണ് ലഭിച്ചത്. ദുൽഖർ സൽമാന്റെ 40ാം ചിത്രമായാണ് ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ എത്തുന്നത്. മലയാളി സിനിമാ പ്രേക്ഷകർ ഇതുവരെ കാണാത്ത രീതിയിൽ കഥ പറയുന്ന ഒരു ത്രസിപ്പിക്കുന്ന സിനിമാനുഭവമായിരിക്കും അയാം ഗെയിം സമ്മാനിക്കുക എന്നാണ് സൂചന. ദുൽഖർ സൽമാനെ കൂടാതെ ആന്റണി വർഗീസ് പെപ്പെ, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, കയാദു ലോഹർ, കതിർ, പാർത്ഥ തിവാരി, തമിഴ് നായികാതാരം സംയുക്ത വിശ്വനാഥൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയ്, സംഘടനമൊരുക്കുന്നത് അൻബറവ് മാസ്റ്റേഴ്സ് എന്നിവരാണ്. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് അയാം ഗെയിം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. അടുത്ത ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം. തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അതിമനോഹരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. TS ലവ്ലജൻ എന്നാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ പേര്. മീര ജാസ്മിനാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. മലയാള സിനിമാ ലോകവും മോഹൻലാൽ ആരാധകരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് അതിമനോഹരം. മലയാള സിനിമയിലെ വമ്പൻ വിജയമായിരുന്ന തുടരുമെന്ന ചിത്രത്തിന് ശേഷം അടുത്ത ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രമാണ് അതിമനോഹരം. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജികുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജേക്സ് ബിജോയ്. ബിനു പപ്പു സഹസംവിധായകനാകുന്ന ചിത്രത്തിൽ മോഹൻലാൽ, മീര ജാസ്മിൻ എന്നിവരെ കൂടാതെ മുകേഷ്, ജഗദീഷ്, മനോജ് കെ ജയൻ, ഇർഷാദ്, വിഷ്ണുജി വാര്യർ, പ്രമോദ് വെളിയനാട്, കിരൺ പീതാംബരൻ, VG വിശ്വനാഥ്, ഫാമ അരുൺ, പ്രാർത്ഥന തുടങ്ങിയ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ചിത്രം പൂജ റിലീസായി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക.